Hi guys, welcome back. Today's review is about something special. 1998 ഇറങ്ങിയ ഈ പ്രൊഡക്റ്റ് പിന്നീട് വളർച്ചയ്ക്ക് ഒരു അതിരുകളുമില്ലായിരുന്നു. ലോകത്തിലെ തന്നെ വമ്പൻ മൂവി എഡിറ്റർമാർ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഒരു ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. യെസ്, നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇറ്റ്സ് iMac. ഇപ്പോൾ ഇതാ 9 വർഷം ശേഷം വീണ്ടും iMacന് ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അത് ചെറിയൊരു മാറ്റമായി ആരും കരുതണ്ട. ഇറ്റ്സ് സംതിങ് റെവല്യൂഷണറി. സോ ഇന്ന് ഞാൻ 2021 iMacൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് തുടങ്ങാം. നമ്മുടെ മുമ്പ് ആപ്പിൾ മാക്ബുക്കിലും കഴിഞ്ഞ കൊല്ലത്തെ മാക്ബുക്കിലൊക്കെ ഇറങ്ങിയ ആപ്പിളിൻ്റെ M1 SoC എന്ന ചിപ്പാണ് പുതിയ iMacന് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പത്തെ ഇൻ്റൽ ബേസ്ഡ് iMacനെ കാണുമ്പോൾ ഒരു വേറിട്ടൊരു പെർഫോമൻസ് തന്നെയായിരിക്കും പുതിയ iMac കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ SoC എന്താണെന്ന് അറിയാത്തവർക്ക് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ PC RAM, പ്രൊസസ്സർ, GPU അങ്ങനെ നിരവധി കമ്പോണൻസ് വേറെ വെക്കുന്നതിന് പകരം ഒരു സിംഗിൾ ചിപ്പിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഈ SoC എന്ന് പറയുന്നത്. അതാണ് ഈ M1 ചിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഹെൻസ് കമ്പനി അവകാശപ്പെടുന്നത് മുമ്പത്തെ ഇൻ്റൽ ബേസ്ഡ് iMacനെ കാട്ടിയും 85% ഫാസ്റ്റർ CPU-യും 2 times ഫാസ്റ്റർ GPU-യുമാണ് പുതിയ M1 ബേസ്ഡ് iMacൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചിപ്സെറ്റുകൾക്ക് മാത്രം പോരല്ലോ ഒരു PC വർക്കാവാൻ വേണ്ടി, ഒരു OS-ഉം കൂടി വേണ്ടേ. യെസ്, പുതിയ iMacൽ വരുന്നത് ആപ്പിളിന് തന്നെ ഏറ്റവും റെസ്പോൺസീവും പവർഫുള്ളുമായ ബിഗ് സർ OS ആണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിസൈൻ. പുതിയ iMac ഈസ് ജസ്റ്റ് സിംപ്ലി ദ വേൾഡ്സ് തിന്നസ്റ്റ് PC. ഏകദേശം 11.5 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 11.5 mm എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു സൈസിലായിരിക്കും ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ബട്ട് തുടക്കത്തിൽ ഐ വാസ് പ്രിറ്റി മച്ച് കൺഫ്യൂസ്ഡ്. എന്തെന്ന് വെച്ചാൽ ഇത്രയും പവർഫുള്ളായ ഈ iMac എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ. ഈ ഇത്രയും പവർഫുള്ളായ PC കമ്പോണൻസ് എങ്ങനെയാണ് 11.5 mm ഈ തിക്നെസ്സിൽ കൊണ്ടുവരുന്നത്? ആൻഡ് ദ ആൻസർ ടു ദാറ്റ് വാസ് M1. ഈ M1 ചിപ്പാണ് ഇതിനൊക്കെ കാരണം. M1 ചിപ്പ് അടങ്ങുന്ന ഇതിൻ്റെ ലോജിക് ബോർഡിനാകെ ചെറിയൊരു പോർഷൻ, അതായത് പുതിയ iMacൻ്റെ താഴത്തെ ചെറിയൊരു പോർഷൻ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ബട്ട് അത് വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരാൻ പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കൂളേഴ്സ് സാധാരണ രീതിയിൽ നമ്മുടെ ഇൻ്റൽ ബേസ്ഡ് ആണെങ്കിൽ വളരെയധികം പവർ എഫിഷ്യൻസി കുറവാണ് ഈ ഇൻ്റൽ ബേസ്ഡ് ചിപ്സെറ്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ലോണം കൂളേഴ്സും കുറേ കോപ്പർ സ്ട്രിങ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വേണ്ടി വരും. പക്ഷേ ഈ പുതിയ M1ൻ്റെ ലോജിക് ബോർഡിന് അത് നല്ലോണം പവർ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് 2 കൂളേഴ്സ്, അതിൻ്റെ ഇരുവശത്തും 2 കൂളർ മാത്രമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ. പിന്നെ ഈ PCയുടെ മുൻവശത്തേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ മുൻവശം സത്യം പറയാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതെന്തോ ഒരു ബാരൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒരു സ്ക്രീൻ തൊട്ട് മുകളിൽ ബാക്കി ഫുൾ ഒരു ബാരൻ. മുമ്പത്തെ iMacൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ആപ്പിളിൻ്റെ ലോഗോ എങ്കിലും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആപ്പിളിൻ്റെ ലോഗോ ഒന്നും ജസ്റ്റ് ഒരു ബ്ലാങ്ക് പീസ് മാത്രമാണ് അതിൻ്റെ ബോട്ടം കൊടുത്തില്ല. അറ്റ്ലീസ്റ്റ് ആ ഫ്രണ്ട് ഫേസ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് താഴെ ഭാഗത്ത് ഏകദേശം ഒരു ആപ്പിളിൻ്റെ ലോഗോ എങ്കിലും കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ ആ സ്ക്രീൻ മൊത്തം ഫുൾ സ്ക്രീൻ രീതിയിൽ നിന്ന് ആക്കായിരുന്നു, ലൈക്ക് ദ പ്രോ ഡിസ്പ്ലേ XDR. ഇനി ഇതിൻ്റെ പിൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ 4 USB Type-C പോർട്ട് വരുന്നുണ്ട്. അതിൽ 2 എണ്ണം തണ്ടർബോൾട്ട് പോർട്ടാണ്. പിന്നെ അതിൻ്റെ മുകൾ വശത്ത് വലിയൊരു ആപ്പിളിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ iMacന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 7 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ ഒരു iMac വരുന്നുള്ളത്. അതിൻ്റെ പവർ കേബിൾ വരുന്നത് ഒരു മാഗ്നറ്റിക് രീതിയിലാണ്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഊരാനും തിരിച്ച് വെക്കാനും ഒക്കെ അതിൻ്റെ ഒരു ഫീച്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്. വാട്ട് ആപ്പിൾ തോട്ട് വാസ് ഈ പുതിയ iMac ജസ്റ്റ് pretty നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡിസ്പ്ലേ. ഇതൊരു ഡിസ്പ്ലേ വരുന്നത് 24 ഇഞ്ച് 4.5K റെറ്റിന ഡിസ്പ്ലേ ആണ്. പിന്നെ 500 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ കമ്പനി പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, എൻവയൺമെൻറ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ കളർ ഷിഫ്റ്റും കൂടി നടക്കുന്നുണ്ട്. അതിനെ ട്രൂ ടോൺ എന്നാണ് ആപ്പിൾ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു ഫീച്ചറും കൂടി പുതിയ iMacന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 6 ഡോൾബി അറ്റ്മോസ് സ്പീക്കേഴ്സാണ് വരുന്നുള്ളത്. 3 ഒരു സൈഡിൽ, ബാക്കി 3 മറ്റേ സൈഡിൽ. ഈ 6 ഡോൾബി അറ്റ്മോസ് സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് സ്പേഷ്യൽ സൗണ്ട് സപ്പോർട്ടും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ സിനിമ കാണുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ട ഗെയിംസ് കളിക്കുകയാണെങ്കിൽ നമുക്കൊരു തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു PC കൊണ്ടുവരുന്നത്. ആൻഡ് ഓൾസോ 3 സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്സും കൂടി ഈ ഒരു പുതിയ iMacൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കോളിലാണെങ്കിലും ഈ മൈക്കുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളാണെങ്കിലും നമ്മളുടെ വോയിസ് മാത്രമായിരിക്കും ഈ ഒരു iMac കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വരുന്നത് 1080p ഫേസ് ടൈം HD ക്യാമറയാണ്. കൂടാത്തതിന് ISP ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് കൂടി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ മാജിക് കീബോർഡാണ്. ഇതിൻ്റെ പുതിയ മാജിക് കീബോർഡിൽ ഇതിൽ ടച്ച് ഐഡിയും കൂടി വരുന്നുണ്ട്.
ഈ നമുക്ക് വയർലെസ് ആയി ടച്ച് ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ PC അൺലോക്ക് ചെയ്യാനും പേയ്മെൻറ്റ്സ് നടത്താനും ഒക്കെ നമുക്ക് ഈ ഒരു മാജിക് കീബോർഡ് വഴി സാധിക്കും. ആൻഡ് ന്യൂ iMac ഇസ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ iMacൽ ഉപയോഗിച്ച കംപ്ലീറ്റ് എല്ലാ കോമ്പോണൻസും 100% റീസൈക്കിൾഡ് ആണ്. അതിൻ്റെ ഗ്ലാസ് വരുന്നത് ആർസനിക് ഫ്രീ ആണ്. ആർസനിക് എല്ലാവർക്കും അറിയായിരിക്കും, ഇറ്റ്സ് വെരി ഹാർംഫുൾ ആൻഡ് പോയ്സണസ് ടു ദ എൻവയൺമെൻറ്റ്. ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് $1,299 തൊട്ടാണ്. $1,299 7 കോർ GPUം 4 കളേഴ്സ് എന്ന ഒരു ഇതിലാണ് വരുന്നുള്ളത്. ഇനി അടുത്തത് $1,499. ഇതിൽ 8 കോർ GPUം 7 കളേഴ്സുമാണ് വരുന്നുള്ളത്. ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലും ഇതിന് ഡെലിവറി കിട്ടുന്നത്, നമുക്ക് സാധനം കയ്യിൽ കിട്ടുന്നത് മിഡ് മെയിലുമാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.